വളരെ പോഷകസമൃദ്ധമായ ഒരു ഫലമാണ് പപ്പായ. ഇത് ഓമയ്ക്ക, കപ്പളങ്ങ, കപ്പരയ്ക്ക എന്നീ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. പച്ച പപ്പായയിൽ പപ്പായിൻ, കൈമോപപ്പായിൻ എന്നീ വിവിധ തരത്തിലുള്ള എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് പഴുക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുകയും ഇല്ലാതായിത്തീരുകയും ചെയ്യുന്നു. ദഹന സംബന്ധമായ അസുഖങ്ങൾക്കും കുടൽപുണ്ണ്, മലബന്ധം, മുലക്കുരു, കൃമിശല്യം എന്നിവയ്ക്ക് ഈ പപ്പായ ഉപയോഗിക്കുന്നു. ഇതിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ എ, സി, നിയാസിൻ, ഫോളിക് ആസിഡ്, തൈമിൻ എന്നിവ അടങ്ങിയിരിക്കുന്നു. അതിനാൽ വായ്പുണ്ണ്, മോണരോഗങ്ങൾ എന്നിവ തടയാൻ ഇത് നല്ലൊരു ഫ്രൂട്ടാണ്. ഇതിൽ ധാരാളം മിനറലുകളായ അയൺ, കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു. അതിനാൽ അനീമിയ തടയുന്നതിനും എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുന്നതിനും പപ്പായ നല്ലതാണ്. ധാരാളം കരോട്ടിൻ, ബീറ്റ കരോട്ടിൻ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ക്യാൻസറിന് പ്രിവെൻറ്റീവായിട്ട് ഉപയോഗിക്കാം. കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും തൊലിയുടെ ആരോഗ്യത്തിനും തൊലിക്ക് കൂടുതൽ നിറം നൽകുന്നതിനും പപ്പായ നല്ലതാണ്. വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻസ് എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും മെൻ്റൽ സ്ട്രെസ് തടയുന്നതിനും വളരെ നല്ലതാണ്. പല രാജ്യങ്ങളിലും ഇതിൻ്റെ ഇല ഡെങ്കിപ്പനിക്ക് തടയാനായിട്ട് ഉപയോഗിക്കുന്നു. പച്ചപ്പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമുകൾ പ്രധാനമായും കൈമോപപ്പായിൻ യൂട്രൈൻ കൺട്രാക്ഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് അബോർഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗർഭിണികൾ പച്ചപ്പപ്പായ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പഴുത്ത പപ്പായ കഴിക്കുന്നതുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി കിട്ടും.